ഹായ് ഓൾ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രാഹുൽ എസ് കുമാർ. നമ്മൾ ഇവിടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാവരും എല്ലാ വീഡിയോസും പ്രോപ്പറായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടന്റ് വളരെയധികം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് തുടങ്ങാം. അപ്പോൾ സി പ്രോഗ്രാം അത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ് ഒരു പ്രോഗ്രാം? ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാം. എന്താണ് ഒരു പ്രോഗ്രാം? അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഒരു സോഫ്റ്റ്വെയർ. നിങ്ങൾ എല്ലാവരും കൊച്ചിലെ മുതൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. എപ്പോഴും ഏത് സോഫ്റ്റ്വെയർ എടുത്താലും ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഇഷ്ടം പോലെ എന്ത് കാണും? പ്രോഗ്രാംസ് കാണും. ഈ പ്രോഗ്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. നമുക്ക് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം പ്രോഗ്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തിനാണ് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്? പ്രോഗ്രാംസ് എപ്പോഴും നമ്മൾ എഴുതുന്നത് മെഷീനുമായിട്ട് ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഹ്യൂമൻ ഒരു മെഷീനുമായി കണക്ട് ചെയ്ത് ഒരു മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നതിന് എന്ത് സഹായിക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം? പ്രോഗ്രാംസ് സഹായിക്കുമെന്ന് പറയാം. അതിനാണ് നമ്മൾ പ്രോഗ്രാംസ് എഴുതുന്നത്. എന്തിനാണ് ഇന്ററാക്ട് ചെയ്യുന്നത്? നമ്മൾ ഒരു മെഷീനെ കൊണ്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യിച്ചിട്ട് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമൻസ് എപ്പോഴും ഒരു മെഷീനുമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇന്ററാക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാൻ പഠിക്കണം? പ്രോഗ്രാംസ് എഴുതാൻ പഠിക്കണം. ഞാൻ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ ആൾക്കാരും എല്ലാ സ്റ്റുഡൻസും അല്ലെങ്കിൽ എല്ലാവരും മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്കറിയാവുന്ന 3 ബട്ടൺസിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഒന്ന് ബോൾഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഐ എന്ന് പറയുന്നത് ഇറ്റാലിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, യു എന്ന് പറയുന്നത് അണ്ടർലൈൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഈ ബോൾഡ് ബി എന്ന് പറയുന്നതിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ഒരു ടെക്സ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ബോൾഡ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് ഡാർക്ക് ആവുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റാലിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടന്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷന്റെ അകത്ത് നിങ്ങൾ മൗസ് പോയിന്റർ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടെക്സ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ചരിയുന്നു, ചരിയുന്നു, സ്ലാൻഡ് ആയിട്ട് വരുന്നു. അണ്ടർലൈൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടന്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു ടെക്സ്റ്റിന്റെ അടിയിൽ ഒരു അണ്ടർലൈൻ പോലെ ഒരു വര വരുന്നു. അപ്പൊ ആക്ച്വലി സംഭവിക്കുന്ന എന്താണ്? നിങ്ങൾ ആ ബിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ആണ് അവിടെ ആക്ച്വലി എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു യു അല്ലെങ്കിൽ അണ്ടർലൈനിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു പ്രോഗ്രാം ആണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഐ എന്ന് പറയുന്ന ഈ ഒരു ബട്ടന്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും എന്താണ് സംഭവിക്കുന്നത്? ഒരു പ്രോഗ്രാം ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ എവിടെ നിങ്ങൾ ഒരു ക്ലിക്ക് ചെയ്താലും എന്തോ ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബിക്കകത്തോട്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഒരു ബി എന്ന് പറഞ്ഞ ബോൾഡിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുകയും ആ പ്രോഗ്രാം മെഷീനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ആ മെഷീനെ എന്തോ പറഞ്ഞ് മനസ്സിലാക്കുകയും ആ മെഷീൻ അതനുസരിച്ച് അത് മനസ്സിലാക്കി ഒരു റിസൾട്ട് ഔട്ട്പുട്ട് പോലെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്യുന്നു. അതാണ് ആക്ച്വലി നിങ്ങൾ കാണുന്ന ആ ഒരു ബോൾഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഞാനിപ്പോ ഒരു ഞാനൊരു ടെക്സ്റ്റ് എഴുതി. ഇപ്പൊ ഞാൻ രാഹുൽ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എഴുതി. ഈ ടെക്സ്റ്റ് ഞാൻ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഞാൻ ബി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കുറച്ചും കൂടെ ഡാർക്കൻ ആവും. അപ്പൊ അവിടെ സത്യം പറഞ്ഞാൽ എന്താണ് വർക്ക് ചെയ്തത്? അവിടെ ഒരു പ്രോഗ്രാം ആണ് എക്സിക്യൂട്ട് ചെയ്തത്.
അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഇപ്പൊ ഞാൻ ബിക്കകത്തൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു, ഐക്കകത്തൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു, യുക്കകത്തൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലെഫ്റ്റ് ബട്ടൺ നിങ്ങൾ കണ്ടു കാണും, റൈറ്റ് ബട്ടൺ നിങ്ങൾ കണ്ടു കാണും, സെന്റർ ബട്ടൺ നിങ്ങൾ കണ്ടു കാണും, ഫോണ്ട് സൈസ് വലുതാക്കുന്ന നിങ്ങൾ കണ്ടു കാണും, ഫോണ്ട് മാറ്റുന്നതായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാം. അപ്പൊ ഇവിടെ എല്ലാം നിങ്ങൾ എല്ലായിടത്തും ഓരോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോഗ്രാംസ് എന്തിനാണ് എഴുതുന്നത്? പ്രോഗ്രാംസ് എഴുതിയാൽ മാത്രമേ ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യന് ഒരു മെഷീനുമായിട്ട്, എസ്പെഷ്യലി കമ്പ്യൂട്ടറുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? ഇന്ററാക്ട് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മെഷീനെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് മെഷീനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അതിനൊരു ഔട്ട്പുട്ട് നമുക്ക് കാണാനും പറ്റും. അതാണ് പ്രോഗ്രാം. അപ്പോ ഇവിടെ തന്നെ നോക്കൂ, ബോൾഡിനൊരു പ്രോഗ്രാം, ഇറ്റാലിക്സിനൊരു പ്രോഗ്രാം, അണ്ടർലൈനൊരു പ്രോഗ്രാം, ഇപ്പൊ തന്നെ ഒരു സോഫ്റ്റ്വെയറിന്റെ എത്ര പ്രോഗ്രാമായി? 3 പ്രോഗ്രാം. ഇതേപോലെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക, ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? ഒരു സോഫ്റ്റ്വെയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. എന്താണ് പ്രോഗ്രാംസ്? പ്രോഗ്രാംസ് എപ്പോഴും ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യനെ ആരുമായിട്ട്, ഒരു മെഷീനുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ആ മെഷീനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ഒരു ഔട്ട്പുട്ട് എടുക്കാൻ അല്ലെങ്കിൽ കിട്ടാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്ന ഒരു പ്രോഗ്രാംസ് മെയിൻലി എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോഗ്രാം എഴുതുന്നത്. ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു? ഒരു ഹ്യൂമനും മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഒരു പ്രോഗ്രാം സഹായിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം. കാരണം നമുക്കറിയാവുന്ന നോർമൽ ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി അല്ലെങ്കിൽ തമിഴോ തെലുങ്കോ ഈ ലാംഗ്വേജസ് ഒന്നും ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തിനാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രോഗ്രാംസ് ഉണ്ടാക്കാൻ. അപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ ഇന്ന് ഈ ക്ലാസ് മുതൽ തുടങ്ങുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോഗ്രാംസ് എന്തിനാ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ സി പ്രോഗ്രാമിംഗിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു പോവാം. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.